ഇന്നലത്തെ ഒരു രസകരമായ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ ഒരു കുട്ടി വന്നു. അപ്പോൾ ഞാൻ ഒ പിയിലായിരുന്നു, തിരക്കായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് നേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു, മാം എമർജൻസിയിൽ ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് എപ്പിസോഡ് ഒരു ഫെബ്രൽ സീഷർ എന്ന് പറഞ്ഞാൽ പനിയോടുകൂടി അവസ്മാരം വന്നതാണ്. ഇപ്പോൾ അബോട്ടായി, ഇപ്പോൾ നോർമലായി കൊണ്ടുവന്നിട്ടുണ്ട്, മാഡം ഒന്ന് വരണം. അപ്പോൾ ഫീവർ ഉണ്ടായിരുന്നു, ഞങ്ങൾ സപ്പോസിറ്ററി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഓടിച്ചെന്നു, അതിൻ്റെ ഹിസ്റ്ററി ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന്. അപ്പം പറഞ്ഞു കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ അവന് ചെറിയൊരു ജലദോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരം നോക്കുമ്പോൾ അവൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, സൈക്കിളിൽ ഇരിക്കുകയായിരുന്നു, പെട്ടെന്ന് അവൻ വീണു. തൊട്ട് നോക്കുമ്പോൾ ഭയങ്കര ചൂടുണ്ടായിരുന്നു, അവൻ്റെ ചുണ്ടൊക്കെ ഇങ്ങനെ കോടിയിട്ടുണ്ടായിരുന്നു, കൈയൊക്കെ ഇങ്ങനെ സ്റ്റിഫാക്കി വെക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ വെള്ളമൊക്കെ തളിച്ചു കൊടുത്തു, താക്കോലൊക്കെ എവിടെ നിന്നോ കണ്ടുപിടിച്ച് ഞങ്ങൾ കൈ കൊടുത്തു. അപ്പം നോർമലായി എന്ന് പറഞ്ഞു. അതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ അവരോട് പറഞ്ഞു, ഇത് കുട്ടികൾക്ക് ഭയങ്കര നോർമലാണ്. 6 മാസം മുതൽ 5 വയസ്സ് വരെയാണ് ഈ പെട്ടെന്ന് ടെമ്പറേച്ചർ കൂടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്മാരാണിത്. അപ്പം അതുകൊണ്ട് നിങ്ങളിപ്പോൾ ആ സമയത്ത് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ നോക്കുമോ, അല്ലെങ്കിൽ വെള്ളം തളിക്കുകയോ അല്ലെങ്കിൽ താക്കോല് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. ടെമ്പറേച്ചർ പെട്ടെന്ന് നമ്മൾ കുറച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടും പ്രത്യേകിച്ച് ബെനഫിഷ്യൽ ആയിട്ടുള്ള കാര്യമൊന്നും അല്ല. പിന്നെ ഒരു നാട്ട് നടപ്പ് എന്നുള്ള രീതിക്ക് ഇങ്ങനെ താക്കോലൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ കുഞ്ഞ് വീഴാതിരിക്കുക. ആ സമയത്ത് കുഞ്ഞ് ഭയങ്കര സേഫായിട്ടുള്ള സ്ഥലത്തായിരിക്കണം. ഭയങ്കരമായിട്ട് വായിന്ന് ഇങ്ങനെ പതയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു സൈഡിലേക്ക് ചെരിച്ചൊഴിച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് നനച്ച് തുടയ്ക്കുക, ടെമ്പറേച്ചർ പെട്ടെന്ന് കൂടാണ്ട് നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ട്. എന്നാലും ഭയങ്കര ആങ്ഷ്യസ് ആയിരുന്നു അവർ. എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് അവർ കുഞ്ഞിനെ അവസ്മാരം അടിക്കുന്നത് കാണുന്നത്. പക്ഷേ ഇത് ഭയങ്കര നോർമലാണ്, പെട്ടെന്ന് ഈ കുഞ്ഞുമക്കൾക്ക് ഉണ്ടാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഫുള്ള് കുഞ്ഞിനെ ഇവാലുവേറ്റ് ചെയ്ത് അവരെ കൺസോൾ ചെയ്തിട്ട് ഇന്നലെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഈ അപസ്മാരം വന്നു കഴിഞ്ഞാൽ യൂഷ്വലി എന്താ ചെയ്യേണ്ട, അങ്ങനെ സാധനം ഉണ്ടല്ലോ? അത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനിയോടുകൂടി അവസ്മാരം ഉണ്ടാകുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ അതിന് ഫുൾ ഇവാലുവേറ്റ് ചെയ്യണം. സാധാരണ അതിൽ ഒരു 1-2 മിനിറ്റൊക്കെയാണ് ഇത് ഉണ്ടാവാറുള്ളൂ പനിയോടുകൂടി അവസ്മാരം. അതല്ല, അതിൽ കൂടുതൽ സമയം ഒരു 5-10 മിനിറ്റൊക്കെ കൂടുതലായിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ കുഞ്ഞിന് പനി ഇല്ലാത്ത അവസ്ഥയിലാണ് ഇത് വരുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പനി ഇല്ലാണ്ട് വരുന്നത് അത് നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. അതല്ല, ഈ 5 വയസ്സിന് അപ്പുറത്തേക്കാണ് വരുന്നത്, അല്ലെങ്കിൽ കുഞ്ഞ് ഡെവലപ്മെൻറ്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള കുട്ടിയാണ്, എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉള്ള കുട്ടിയൊക്കെ ആണെങ്കിലാണ് നമ്മൾ ഫുള്ളി ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതെ, അപ്പോഴാണ് ഡേഞ്ചറസ് ആണ്. പിന്നെ എന്താ വെച്ചാൽ 15 മിനിറ്റിന് ശേഷവും ഇതുപോലെ അവസ്മാരം അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞിൻ്റെ ബ്രെയിനിൻ്റെ EG MRI ഒക്കെ നമ്മൾ എടുത്ത് നോക്കേണ്ടി വരും. അല്ലെങ്കിൽ അത് നമ്മൾ എന്തായാലും വീട്ടിൽ ഇരുത്താൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കുഞ്ഞിനെ നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ നമ്മൾ അറിയണമല്ലോ. അപ്പോൾ അങ്ങനെ, കാരണം ഇത് ചിലപ്പോൾ ചുമ്മാ ഒരു ഫെബ്രൽ സീഷർ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം അത് മെനിഞ്ചൈറ്റിസ് വരെ ആയിരിക്കാം. എന്ത് പ്രസന്റേഷന് അത് അപസ്മാരത്തിന്റെ പിന്നീട് അങ്ങോട്ടുള്ള അപസ്മാരത്തിന്റെ ലക്ഷണവും ആകാം. അപ്പോൾ ഒരു ഡോക്ടറിനെ കാണിച്ച് അത് ഫുള്ളി ഇവാലുവേറ്റ് ചെയ്തിട്ട് അപസ്മാരം അടിക്കുമ്പോൾ താക്കോല് കൈ കൊടുക്കണതിന്റെ അതിന് സയന്റിഫിക്കലി പ്രൂവൺ അല്ല, ഒട്ടും സയന്റിഫിക്കലി പ്രൂവൺ അല്ലാത്തൊരു കാര്യമാണത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുഞ്ഞിനെ സേഫാക്കി ഒരു സൈഡിലേക്ക് ചെരിച്ച് കിടത്തുക. കാരണം എന്താ വെച്ചാൽ കുഞ്ഞിൻ്റെ വായിലുള്ള നൊര പതയൊക്കെ നെഞ്ചിലേക്ക് ഇറങ്ങി അത് ആസ്പിറേറ്റ് ചെയ്യാതെ ഇരിക്കുകയും അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ പെട്ടെന്ന് നന്നായിട്ട് നനച്ച് തുടച്ചുകൊണ്ടിരിക്കുക. ഒരു 5 to 6 hours ഗ്യാപ്പിൽ പനീൻ്റെ മരുന്ന് കൊടുക്കുക, ടെമ്പറേച്ചർ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുക. രാത്രിയാണെങ്കിലും കുഞ്ഞിനേക്ക് നന്നായി നനച്ച് തുടച്ചു വിടുക. ഈ അപസ്മാരം ഉണ്ടാവുമ്പോൾ ജസ്റ്റ് ചെരിച്ചെടുത്താന്ന് മാത്രം ചെയ്താൽ മതിയോ? അങ്ങനെ ചെയ്യുക. പിന്നെ നമ്മൾ അത് ഡോക്ടർ കണ്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് ചില സ്പ്രേകളുണ്ട് അപ്പോൾ കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ പനിയുടെ ആദ്യത്തെ 3 ദിവസങ്ങളിൽ മരുന്ന് കൊടുക്കാനുള്ള മരുന്ന് അതൊക്കെ ഡോക്ടർ നോക്കിയിട്ട് അത് ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കുന്നത്. ഡോക്ടറിനെ കാണേണ്ടതാണ്. പക്ഷെ ആ സമയത്ത് ഇങ്ങനെ വെള്ളം തളിച്ചു കൊടുക്കുവോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കുഞ്ഞിനത് പിന്നെ എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക കൊച്ചിനെ, അങ്ങനെ എത്തിക്കാന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് അപസ്മാരം.